വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. എല്ലാവരും HSC ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ച് മുന്നേറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം നേരായ മാർഗത്തിലാണോ, നിങ്ങൾ പഠിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺസ് കൊടുക്കാനുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ലേണിംഗ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ദി ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന വർക്കിനെ ബേസ് ചെയ്ത് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് PYQ അനലൈസ് ചെയ്തുകൊണ്ട് മാനുവലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള 20 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പഠനത്തെ വിലയിരുത്താനായിട്ട് നിർണായകമാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. അപ്പം നമ്മൾക്ക് ഈ ചോദ്യങ്ങളിലോട്ട് കടക്കാം. ഇവിടെ 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ദി ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന ടെന്നസി വില്യംസിന്റെ വർക്കിൽ നിന്നാണ് ഈ 20 റാൻഡം ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതിൽ 20 ചോദ്യങ്ങളും നിങ്ങൾക്ക് ശരിയുത്തരം നൽകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് കറക്റ്റാണ്. നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം ആപ്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങളെ ഒരു റാങ്കിലോട്ട് എത്തിക്കാനായിട്ട് ആ ഒരു റിസോഴ്സിന് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പ് നൽകാനായിട്ട് പറ്റും. ഇനി 15 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം നൽകുന്നതെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു പഠനത്തിലോട്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്ത് പോകുന്നുണ്ടാകാം. സർഫേസ് ലെവൽ ചോദ്യങ്ങൾ, ആവറേജ് ലെവൽ ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്നീ രീതിയിൽ വേണം നമ്മൾ പഠിച്ചു മുന്നേറാനായിട്ട്. അപ്പോൾ എവിടെയോ നിങ്ങൾ എന്തോ മിസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഈ 15 കറക്റ്റ് ആൻസേഴ്സ് നൽകുന്നവർ സൂചിപ്പിക്കുന്നത്. ഇനി 10 കറക്റ്റ് ആൻസേഴ്സ് ആണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇനി നമ്മൾക്ക് വലിയ സമയമൊന്നുമില്ല അല്ലേ. കാരണം 180 ദിവസം എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാം എങ്കിൽ പോലും ഈ ദിവസങ്ങൾ ഓരോ മുന്നോട്ട് ചെല്ലുമ്പോഴും ഫെബ്രുവരി ആകുന്നു, മാർച്ച് ആകുന്നു, ഏപ്രിൽ ആകുന്നു, കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മളെ പരീക്ഷിക്കാനായിട്ട് നമ്മൾക്ക് സമയം ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജി ഇന്ന് തന്നെ ചെക്ക് ചെയ്യൂ. മിസ്ലീഡിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കൂ. ടു ദ പോയിന്റ് കാര്യം HSC ഇംഗ്ലീഷ് എക്സാമിന് എന്താണോ വേണ്ടത് അതനുസരിച്ച് പഠിച്ചു മുന്നേറണം. ഇനി 5 കറക്റ്റ് ആൻസേഴ്സ് മാത്രമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങൾ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നൊരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ സീരിയസ്ലി നിങ്ങൾ ഇപ്പോൾ വരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇനിയും സമയമുണ്ട് എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാം. ടോപ്പ് 5-ൽ എത്താനായിട്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടോപ്പ് 5-ൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇതൊരു വർക്കിൽ നിന്നും മാത്രമാണ്. ഇനി മറ്റു വർക്ക്സിൻ്റെ ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉടനീളം കാണുക. കൂടാതെ നമ്മളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി റാങ്ക് ബൂസ്റ്റർ സെഷൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന കോണ്ടന്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇനിയൊട്ട് സമയം കളയേണ്ട, നമ്മൾക്ക് നമ്മളുടെ ചോദ്യങ്ങളിലോട്ട് പോവാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഡാഷ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടച്ച് of accidental poetic truth in the play The Glass Menagerie. അപ്പോൾ എന്തിനെയാണ് ടച്ച് ഓഫ് ആക്സിഡന്റൽ പോയറ്റിക് ട്രൂത്ത് എന്ന് ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന പ്ലേയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഈ ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന പ്ലേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്ലേ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ സെറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഫയർ എസ്കേപ്പ് എന്ന് പറയുന്നത്. ഫയർ എസ്കേപ്പ്. അപ്പോൾ ഈ ഫയർ എസ്കേപ്പിനെയാണ് ടച്ച് ഓഫ് ആക്സിഡന്റൽ പോയറ്റിക് ട്രൂത്ത് എന്ന രീതിയിൽ ദി ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന പ്ലേയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫയർ എസ്കേപ്പ്. അപ്പോൾ അവർ
ഈ ക്യാരക്ടേഴ്സ്, ഈ വർക്കിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ടോം അല്ലെങ്കിൽ അമാൻഡ, ലോറ, ഇവരെല്ലാവരും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു എസ്കേപ്പ് ആഗ്രഹിക്കുന്നു. വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഫയർ എസ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഫയർ എസ്കേപ്പ് ആണ് എന്ന് നോട്ട് ചെയ്യുക. Second question. What among the following is the father wearing in the photograph hanged on the wall in the play The Glass Menagerie? അപ്പോൾ ഈ പ്ലേ വായിക്കുമ്പോൾ ഏത് കാര്യം നടക്കുമ്പോഴും അതിന് മൂകസാക്ഷിയാകുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ഫാദർ, ടോമിന്റെ ഫാദർ അല്ലെങ്കിൽ ലോറയുടെ ഫാദർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ മാത്രമാണ് ഈ ഒരു വർക്കിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദി ഫിഫ്ത്ത് ക്യാരക്ടർ ഹു ഡസൻ അപ്പിയേഴ്സ് ഓൺ ദി സീൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഹു ഫെൽ ഇൻ ലവ് വിത്ത് ലോങ് ഡിസ്റ്റൻസസ് എന്ന രീതിയിലൊക്കെ നമ്മൾ ഈ ഫാദറിനെ വിശേഷിപ്പിച്ച് കാണുന്നു. അപ്പോൾ എന്താണ് ഈ ഫാദർ ഈ പിക്ചറിൽ വേറെ ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഇവിടെ ക്ലോഷ് ഹാറ്റ്, Doughboy's First World War cap, rainbow colored scarf, El Diablo. ഇവിടെ ഈ ഒരു പ്ലേ വായിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് സാധിക്കുക. ഉത്തരമായിട്ട് വരുന്നത് ഡൗ ബോയ്സ് ക്യാറ്റ് ആണ്. ഡൗ ബോയ്സ് ഫസ്റ്റ് വേൾഡ് വാർ ക്യാപ്പ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ഇതുപോലത്തെയുള്ള ക്യാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? നമ്മളുടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായി കാണുന്ന ഒരു ക്യാപ്പാണ്. ഈ ക്യാപ്പാണ് ഡൗ ബോയ്സ് ക്യാപ്പ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ക്യാപ്പ് ആയിരുന്നു നമ്മളുടെ ഫാദർ വേറെ ചെയ്തിരുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. What is the full form of DAR used in the play The Glass Menagerie? ഈ ഗ്ലാസ് മെനാജറി എന്ന വർക്കിൽ നമ്മൾ കാണുന്നത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s ആണ്. ദി ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ടു ഫുൾഫിൽ ദി ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. അങ്ങനെ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് DAR, അതായത് ഈ DARന്റെ മെമ്പേഴ്സിനെ നമ്മളുടെ അമാൻഡ ഫോൺ കോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ എന്താണ് ഈ DAR എന്ന്? ഒരു പക്ഷെ അതൊരു ചോദ്യമായി വന്നേക്കാം. അത് നമ്മളുടെ വർക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ DAR എന്ന് പറയുന്നത് ഡോട്ടേഴ്സ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ ആണ്. അപ്പോൾ ഈ DARന്റെ മെമ്പേഴ്സിനെയാണ് നമ്മളുടെ അമാൻഡ അവര് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ജേണൽ ഉണ്ട്, അല്ലേ? ദി ഹോം മേക്കേഴ്സ് കമ്പാനിയൻ. ഹോം മേക്കേഴ്സ് കമ്പാനിയൻ എന്ന് പറയുന്ന ആ ഒരു ജേണൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ഹോം മേക്കേഴ്സ് കമ്പാനിയൻ. അത് ആ ഒരു മാഗസിന്റെ പേരാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഹോം മേക്കേഴ്സ് കമ്പാനിയൻ. അപ്പോൾ DARന്റെ ഫുൾ ഫോം എന്താണ്? ഡോട്ടേഴ്സ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ. അടുത്തത് നമ്മളുടെ ഫാദറിനെ ബേസ് ചെയ്ത് തന്നെ മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഒരു മൂകസാക്ഷിയായിട്ട് ഫാദറിന്റെ ഫോട്ടോ ഡൗ ബോയ്സ് ഫസ്റ്റ് വേൾഡ് വാർ ക്യാപ്പ് ഒക്കെ വെയർ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? ഇനി അദ്ദേഹം ഒരു പോസ്റ്റ് കാർഡ് സെൻഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. Then what was written on that postcard sent by father in the play The Glass Menagerie? എന്തായിരുന്നു ആ പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നത്? അപ്പോൾ ഇവരെയൊക്കെ ഡെസേർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നേരത്തെ നാടുവിട്ടൊരു വ്യക്തിയാണല്ലേ. അപ്പോൾ ഈ പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അദ്ദേഹം ആ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നത് ഹലോ ഗുഡ് നൈറ്റ് എന്നാണോ, ഹായ് ഹൗ ആർ യു എന്നാണോ, ഹലോ ഗുഡ് ബൈ, ഹലോ വാട്സ്ആപ്പ് എന്താണ് എന്ന് നിങ്ങൾ വർക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഹലോ ഗുഡ് ബൈ എന്നാണ് ഈ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നത് എന്ന് ഓർത്തിരിക്കുക. ഒരുപക്ഷെ ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ വാട്ട് വാസ് റിട്ടൺ ഓൺ ദി പോസ്റ്റ് കാർഡ് സെൻഡ് ബൈ ഫാദർ ഇൻ ദ പ്ലേ ദ ഗ്ലാസ് മെനേജറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ഹലോ ഗുഡ് ബൈ എന്നാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഈ ഒരു വർക്കിൽ ഇൻ ദ പ്ലേ ദ ഗ്ലാസ് മെനേജറി who is mentioned as having the Midas touch. Midas touch എന്ന് പറയുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതിന്റെ ഇംഗ്ലീഷ് ഒരു ഫ്രേസ് ആണ് മിഡാസ് ടച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് മെനേജറിയിൽ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ കാണാം. നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും ആരൊക്കെയാണ് ഇത്? വെസ്ലി, ബേറ്റ്സ്, ഡങ്കൻ ഫിറ്റ്സു, ലാഫ്ലിൻ, ഇതൊക്കെ നമ്മളുടെ
ജെന്റിൽമെൻ കോളേഴ്സ് ആണ്. ആരാണ്? ജെന്റിൽമെൻ കോളേഴ്സ്. ഇപ്പോൾ 17 ജെന്റിൽമെൻ കോളേഴ്സിനെ കുറിച്ച് നമ്മളുടെ അമാൻഡ വിങ്ഫീൽഡ് വാചാലയാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതില് കുറച്ച് പേരുടെ പേരുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരെയാണ് മിഡാസ് ടച്ച്, തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ആ ഒരു ജെന്റിൽമെൻ കോളർ ആരാണ്? അത് നമ്മളുടെ ഡങ്കൻ ജെ ഫിറ്റ്സു എന്ന് പറയുന്ന ജെന്റിൽമെൻ കോളർ ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നമ്മൾ നേരത്തെ ഡോട്ടേഴ്സ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ കണ്ടിരുന്നു അല്ലെ, DAR, ഡോട്ടേഴ്സ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ. ഇതിലെ മെമ്പേഴ്സിനെ നമ്മളുടെ അമാൻഡ എന്തിനു വേണ്ടിയിട്ട് വിളിച്ചു? അവരുടെ ഹോം മേക്കേഴ്സ് കമ്പാനിയൻ എന്ന് പറയുന്ന ആ ഒരു മാഗസിൻ്റെ സബ്സ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് അത് റിന്യൂ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഈ വർക്കിൽ ഓരോ സീനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഹോം മേക്കേഴ്സ് കമ്പാനിയന്റെ അതിലെന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നവർ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു നോവലിന്റെ പേര് മെൻഷൻ ചെയ്യപ്പെടുന്നു. അത് മാർഗരറ്റ് മിഷലിന്റെ നോവലാണ്. വിച്ച് നോവൽ ഓഫ് മാർഗരറ്റ് മിഷൽ ഈസ് മെൻഷൻഡ് ഇൻ ദ പ്ലേ ദി ഗ്ലാസ് മെനാജറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏത് നോവലാണ്? ഗോൺ വിത്ത് ദി വിൻഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മാർഗരറ്റ് മിഷലിന്റെ ഏത് നോവലാണ് ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന വർക്കിൽ മെൻഷൻ ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സംശയം പറയും ദി ഗോൺ വിത്ത് ദി വിൻഡ് ആണ് ഉത്തരം. What is approximate salary of Tom in the play The Glass Menagerie? അപ്പോൾ ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന പ്ലേയിൽ ടോമിന്റെ സാലറി, അതായത് ഈ വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് പറയുന്നത്. ടോമിന്റെ മാത്രമല്ല നമ്മളുടെ ജിമ്മിന്റെയും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോമിന്റെ സാലറി എന്ന് പറയുന്നത് $65 ആണ്. $65 ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു നമ്പർ കൂടി കാണാൻ സാധിക്കും, $85. ഇത് നമ്മളുടെ ജിമ്മിന്റെ അപ്രോക്സിമേറ്റ് സാലറി ആയിട്ട് പറയുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി അല്ലേ. സാലറി ഓഫ് ടോം $65 സാലറി ഓഫ് ജിം $85 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന വർക്കിലെ വളരെ ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ഒരു വരിയാണ്, ഓൾ പ്രെറ്റി ഗേൾസ് ആർ എ ട്രാപ്പ് ആൻഡ് എ പ്രെറ്റി ട്രാപ്പ് ആൻഡ് മെൻ എക്സ്പെക്ട് ദം ടു ബി. അപ്പോൾ ഇവിടെ ഓൾ പ്രെറ്റി ഗേൾസ് ആർ എ ട്രാപ്പ് എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, നമ്മളുടെ അമാൻഡയാണ്. അമാൻഡ ലോറൊക്കെ കൊടുക്കുന്ന ഉപദേശം, അതായത് ഒരു ലേഡിക്ക് ജെന്റിൽമെൻ കോളേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടത് ആർട്ട് ഓഫ് കോൺവെർസേഷൻ, അതുപോലെ ചാം ആണ്. ആർട്ട് ഓഫ് കോൺവെർസേഷൻ ആൻഡ് ചാം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വരി വരുന്നത്, ആർട്ട് ഓഫ് കോൺവെർസേഷൻ ആൻഡ് ചാം. According to Jim, democracy is built on dash എന്നാണ് ചോദ്യം. Government, people and administration, knowledge, power and money, welfare, laws and education, laws, money and development. ഇവിടെ ലോറയും ജിമ്മും ഒക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഭാഗമായിട്ട് ഡെമോക്രസിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നു. ഡെമോക്രസി ഈസ് ബിൽറ്റ് ഓൺ നോളജ്, പവർ ആൻഡ് മണി എന്നാണ് നമ്മളുടെ ജിം പറയുന്നത്. നോളജ്, പവർ ആൻഡ് മണി. Name the dance hall across the alley in the play The Glass Menagerie. അപ്പോൾ ഈ ഒരു ഡാൻസ് ഹാളിന്റെ മെൻഷൻ, നമ്മൾ ഫയർ എസ്കേപ്പിനെ കുറിച്ച് പറയുന്നത് പോലെ ഈ ഒരു ഡാൻസ് ഹാളിന്റെ മെൻഷനും നമ്മൾക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഫയർ എസ്കേപ്പിനെ പോലെ തന്നെ എപ്പോഴും മെൻഷൻ ചെയ്യപ്പെടുന്ന ഒരു പേരാണ് പാരഡൈസ് ഡാൻസ് ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ പാരഡൈസ് ഡാൻസ് ഹാൾ ഇവർ ഒരു വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ എക്സൈറ്റ്മെന്റ്, ഈ പാരഡൈസ് ഡാൻസ് ഹാളിൽ യങ് മെൻ ആൻഡ് വുമൻ അവർ എക്സൈറ്റഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു അവരുടെ ലൈഫ്, അതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവിടുത്തെ ലൈറ്റ്സും അതിനെക്കുറിച്ചൊക്കെയുള്ള മെൻഷൻ നമ്മൾക്ക് വർക്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പാരഡൈസ് ഡാൻസ് ഹാൾ ആണ് അക്രോസ് ദ ആലി ഇൻ ദി ഡാൻസ് ഹാൾ ദാറ്റ് ഇസ് മെൻഷൻഡ് അക്രോസ് ദി ആലി ഇൻ ദ പ്ലേ ദി ഗ്ലാസ് മെനാജറി. വാട്ട് ഈസ് ദി ഫുൾ നെയിം ഓഫ് ജിം ഒ'കോണർ? ജിം ഒ'കോണറിന്റെ ഫുൾ നെയിം എന്താണ് എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് വളരെ സില്ലി ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഒരു പക്ഷേ തോന്നാം. പക്ഷേ എക്സാമിന് ഇംഗ്ലീഷ് എക്സാമിന് 2025 നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അയ്യോ, ജിം ഡെലാനി കോണർ ആണോ, ജെയിംസ് ആണോ, ജോൺ ആണോ, ജാക്ക് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് വരിക.
അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉത്തരം ജെയിംസ് ഡിലാനി ഒക്കോണർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫുൾ നെയിം എന്ന് പറയുന്നത് ജെയിംസ് ഡിലാനി ഒക്കോണർ ആണ് എന്ന് ഓർത്തിരിക്കുക. According to Amanda, what is the one thing that Tom's father had for plenty? അപ്പോൾ എന്തുകൊണ്ട് ജെന്റിൽമെൻ കോളേഴ്സ് 17 ജെന്റിൽമെൻ കോളേഴ്സിനെ കുറിച്ചൊക്കെ അമാൻഡ ഓരോ സീനിലും ഒക്കെ വാചാലയാകുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ഈ ഫാദറിനെ സെലക്ട് ചെയ്തു എന്ന രീതിയിൽ അതിനൊരു ഉത്തരമായിട്ട് നമ്മളുടെ അമാൻഡ പറയുന്നത് the one thing that Tom's father had for plenty, അതെന്താണ്? വെൽത്ത് കണ്ടിട്ടല്ല, പവർ കണ്ടിട്ടല്ല, ചാം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ചാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദ്യങ്ങളായിട്ട് വരാം. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് സില്ലി ആയിട്ട് തോന്നാം. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ PYQs എടുത്ത് നോക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. Now, which is the native place of Amanda? Amanda നമ്മളുടെ ജെന്റിൽമെൻ കോളേഴ്സ് 17 ജെന്റിൽമെൻ കോളേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നേറ്റീവ് പ്ലേസിന്റെ മെൻഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മസാറ്റ്ലൻ, ബ്ലൂ മൗണ്ടൻ, സൺസെറ്റ് ഹിൽ, അതുപോലെ മെക്സിക്കോ. അത് ബ്ലൂ മൗണ്ടൻസ് ആണ് അവരുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. ഇതിൽ ബ്ലൂ മൗണ്ടൻസ് ആണ് എന്ന് ഓർത്തിരിക്കും. അടുത്ത ചോദ്യം, to which French artist does വില്യംസ് ആരാണ്? ടെന്നസി വില്യംസ് ആണ് കേട്ടോ. ടെന്നസി വില്യംസ് compare Amanda's face to in the play The Glass Menagerie. ഏത് ഫ്രഞ്ച് ആർട്ടിസ്റ്റുമായിട്ടാണ് ടെന്നസി വില്യംസ് അമാൻഡയുടെ ഫേസിനെ കമ്പയർ ചെയ്യുന്നത്? ഇത് ഈ പ്ലേ വായിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഉത്തരം നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പിക്കാസോ, എന്തുകൊണ്ട് പിക്കാസോ ഇവിടെ കൊടുത്തു എന്ന് ചോദിക്കുന്നത്, പിക്കാസോയുടെ ഒരു പെയിന്റിങ് ഗെർണിക്ക എന്ന് പറയുന്ന പെയിന്റിങ്, നമ്മളുടെ ഗെർണിക്ക എന്ന് പറയുന്ന ബോംബിങ്, ആ സൈറ്റിനെ കുറിച്ചൊരു മെൻഷൻ ഈ വർക്കിലുണ്ട്. അപ്പോൾ അതുപോലൊരു പെയിന്റിങ്, ആ ഒരു പേരിൽ ആ ബോംബിങ്ങിനെ ബേസ് ചെയ്തൊരു പെയിന്റിങ് പിക്കാസോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിക്കാസോ എന്നത് ഓപ്ഷനിൽ കൊടുത്തത്. ഇനി ഹാഡ്ലി സ്റ്റീവൻസൺ എന്ന് പറയുന്നത് ഒരു ജെന്റിൽമെൻ കോളറിന്റെ പേരാണ്. കട്രീസ് ബ്രദേഴ്സ് എന്ന് പറയുന്നതും ഒരു ജെന്റിൽമെൻ കോളറിന്റെ പേരാണ്. ഓക്കെ, 2 ജെന്റിൽമെൻ കോളേഴ്സ് ആണ് കട്രീസ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൗമിയോ പ്രിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രഞ്ച് ആർട്ടിസ്റ്റ്. ഈ ഫ്രഞ്ച് ആർട്ടിസ്റ്റിന്റെ കാരിക്കേച്ചറിനോടാണ് നമ്മളുടെ അമാൻഡയുടെ ഫേസിനെ കമ്പയർ ചെയ്യുന്നത് ടെന്നസി വില്യംസ്. Now Dash provides an auditory escape for Laura in the play The Glass Menagerie. അപ്പോൾ ഒരു ഓഡിറ്ററി എസ്കേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മ്യൂസിക് ആണ് അല്ലേ, മ്യൂസിക് ആണ്. അപ്പോൾ പാരഡൈസ് ഡാൻസ് ഹാൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് പാരഡൈസ് ഡാൻസ് ഹാൾ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററിന്റെ ക്ലിക്ക്, ആ ഒരു സൗണ്ട് ഒരിക്കലും ഒരാൾക്ക് ഒരു ഓഡിറ്ററി എസ്കേപ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്യാം. പിന്നെ ബേർഡ്സ് ചേർപ്പിംഗ്, അങ്ങനെ ഒരു മെൻഷൻ ഈ വർക്കിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതും കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഉത്തരം എന്താണ്? വിക്ട്രോള മ്യൂസിക് റെക്കോർഡർ. ഈ ഒരു റെക്കോർഡറിന്റെ അടുത്ത് പോയി നിൽക്കുന്നു നമ്മളുടെ ലോറ എന്നൊക്കെ നമ്മളുടെ ജെന്റിൽമെൻ കോളർ ജിം അറൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ റെക്കോർഡറിന്റെ മെൻഷൻ. ഓക്കെ, അപ്പോൾ ഓഡിറ്ററി എസ്കേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് വിക്ട്രോള മ്യൂസിക് റെക്കോർഡർ. അടുത്ത ചോദ്യം, ഡാഷ് പുൾഡ് ഫ്രം ഹിസ് പോക്കറ്റ് എ ഷിമ്മറിംഗ് റെയിൻബോ കളേർഡ് സ്കാർഫ്. നമ്മളുടെ ടോം രാത്രി മൂവീസ് ഒക്കെ കണ്ടിട്ട് 5 മണിക്ക് വീട്ടിൽ കയറി വരുന്നൊരു സീൻ ഉണ്ടല്ലേ. അപ്പോൾ ലോറ ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ലോറ എൻക്വയറി ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു മെജിഷ്യൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ മെൻഷൻ ചെയ്യപ്പെടുന്ന, എന്നിട്ടൊരു സ്കാർഫ് കൊടുക്കുന്നുണ്ട് അല്ലേ നമ്മളുടെ ലോറക്ക്. റെയിൻബോ കളേർഡ് ആയിട്ടുള്ള ഒരു സ്കാർഫ് കൊടുക്കുന്നു. റെയിൻബോ കളേർഡ് സ്കാർഫാണ്. ഇത് ആരാണ് കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇവിടെ മാൽവോളിയോ ദ മെജിഷ്യൻ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. മാൽവോളിയോ ദ മെജിഷ്യൻ അല്ല പക്ഷേ ഈ സ്കാർഫ് കൊടുക്കുന്നതായിട്ട് പറയുന്നത്. ഈ ഹോഗൻ ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഗ്യാങ് ആണ്. അപ്പോൾ അതിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു ഇത് വെറുതെ ജസ്റ്റ് അമാൻഡയെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് മറ്റൊരു കോൺവെർസേഷനിൽ. അപ്പോൾ ഗാർഫിങ്കിളുമല്ല, കെൻറ്റുക്കി സ്ട്രേറ്റ് ബേർബൺ ആണ് ഈ ഒരു സ്കാർഫ് കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. കെൻറ്റുക്കി സ്ട്രേറ്റ് ബേർബൺ. ഓക്കെ, കെൻറ്റുക്കി സ്ട്രേറ്റ് ബേർബൺ ആണ് ഈ ഒരു സ്കാർഫ്, റെയിൻബോ കളേർഡ് സ്കാർഫ് ആർക്ക് കൊടുക്കുന്നു? ടോമിന് കൊടുക്കുന്നു. ടോം അതുകൊണ്ട് ലോറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലേ. ഡാഷ് ഈസ് ദി ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places in Williams
1944 play The Glass Menagerie. അപ്പോൾ വളരെ ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ഒരു വരിയാണിത്. ഡാഷ് ഈസ് ദി ലോങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ്. ഇവിടെ നമ്മൾക്ക് ടൈം ആണ് ആൻസർ ആയിട്ട് കൊടുക്കാൻ സാധിക്കുക അല്ലെ. ടൈം ഈസ് ദി ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ്. ടൈം ഈസ് ദി ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ്. അടുത്തതായിട്ട് ഈ പ്ലേയുടെ തുടക്കത്തിൽ വരുന്ന ഒരു മെൻഷനെ കുറിച്ചാണ് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളത്. The reference to Chamberlain's umbrella in the line suspended in the mist over brush garden caught in the falls of Chamberlain's umbrella. ഇതെന്താണ് ഈ ഷാംബർലൈൻസ് അംബ്രല? ആരെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അദ്ദേഹം ആ ഒരു കാലഘട്ടത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി PM നെവിൽ ഷാംബർലൈനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ നെവിൽ ഷാംബർലൈനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഗെർണിക്ക ബോംബിംഗ്, അതാണ് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഷാംബർലൈൻസ് അംബ്രല എന്ന് പറയുന്നത് PM നെവിൽ ഷാംബർലൈനെ കുറിച്ചിട്ടുള്ള ഒരു മെൻഷൻ ആണ്. ഇനി മറ്റൊരു ഓഫ് കോട്ടഡ് ആയിട്ടുള്ള വരിയാണ് The future becomes present, the past, and the past turns into everlasting regret if you don't plan for it. ഈ ഒരു കോട്ട് ഇവിടെ വളരെ ആപ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ, HSC ഇംഗ്ലീഷിനെ കുറിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ എക്സാം ഉണ്ടാകും. അതൊരു പ്രസന്റ് ആയിട്ട് ഒരു ദിവസം മാറും അല്ലേ. ഇനി അത് ആ പ്രസന്റ് ഒരു പാസ്റ്റ് ആയിട്ട് മാറും. ആൻഡ് പാസ്റ്റ് പിന്നെ എന്ത് ചെയ്യും? അതൊരു എവർലാസ്റ്റിംഗ് റിഗ്രറ്റ് ആകും അല്ലേ, ഇഫ് യു ഡോണ്ട് പ്ലാൻ ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് മേക്ക് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് അമാൻഡ നമ്മളുടെ ടോമിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്. ഹൂസ് വേർഡ്സ് ആർ ദീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അമാൻഡയുടെ വാക്കുകളാണ്. അമാൻഡ ജിമ്മിനോട് പറയുന്ന വാക്കുകളാണ്. ജിമ്മിനോടല്ല, അമാൻഡ ടോമിനോട് പറയുന്ന വാക്കുകളാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഹൗ ഡസ് അമാൻഡ എന്റർടൈൻസ് ദി ജെന്റിൽമെൻ കോളേഴ്സ്. അപ്പോൾ അമാൻഡ ജെന്റിൽമെൻ കോളേഴ്സിന് നേരത്തെ നമ്മൾ ലോറൊക്കെ കൊടുക്കുന്ന ഒരു അഡ്വൈസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഒരു ലേഡിക്ക് ആവശ്യം ആർട്ട് ഓഫ് കോൺവെർസേഷൻ ആൻഡ് ചാം ആണ് എന്ന് പറയുന്നു. ആൻഡ് ചാം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ജെന്റിൽമെൻ കോളേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗ ഡസ് അമാൻഡ എന്റർടൈൻസ് ദി ജെന്റിൽമെൻ കോളേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഡെഫിനറ്റ് ആയിട്ടൊരു ഉത്തരം പറയാൻ പറ്റും. ചാം ആൻഡ് ആർട്ട് ഓഫ് കോൺവെർസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 20 ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ 20 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. 15 നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി, അതായത് സർഫേസ് ലെവൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇനി 10 ആണെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു വെയിൽ തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായ രീതിയിൽ പോകുന്നില്ല. 5 ആണെങ്കിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 10ഉം 5ഉം കിട്ടിയവര് മുന്നോട്ട് വരിക. ഇനിയുള്ള ഈ 180 ദിവസം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് HSC ഇംഗ്ലീഷിൽ ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് സാധിക്കുക. ഓക്കെ, ടോപ്പ് റാങ്കിൽ എത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നിയമനമൊക്കെ ലഭിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ടിൽ നിങ്ങൾ മുന്നോട്ട് വരണം. മീരാസ് ഇംഗ്ലീഷ് ഹബിലെ കോഴ്സസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചിന്റെ ഭാഗമാകാം. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത്, അതായത് നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള MCQ സെഷൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മീരാസ് ഇംഗ്ലീഷ് ഹബിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് MCQ സെഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്ക് യു സോ മച്ച്.